ഹായ് ഓൾ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. IS കോഡ് പ്രൊവിഷൻസ് ഫോർ ഡിസൈൻ ഓഫ് ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ്. അപ്പം ഐസൊലേറ്റഡ് ഫൂട്ടിങ്സിൻ്റെ ഡിസൈനിന് കോഡ് പറയുന്ന പ്രൊവിഷൻസ് ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം കോമൺ ആയിട്ട് ഫൂട്ടിങ്ങിനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഫൗണ്ടേഷനെ കുറിച്ച് പറയുന്നത് ക്ലോസ് 34 ആണ്. IS 456 ക്ലോസ് 34 കോമൺ ആയിട്ട് ഫൗണ്ടേഷൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മെയിനായിട്ട് നമുക്ക് ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എടുക്കാം. ഓക്കെ, ഇതാണ് ഫൂട്ടിങ്ങിനെ കുറിച്ച് ജനറലായിട്ട് പറയുന്ന കാര്യങ്ങൾ. അതായത് 34 എന്ന് പറയുന്ന സെക്ഷൻ ഫുള്ള് ഫൂട്ടിങ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എടുക്കാൻ പോകുന്നത്, ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൂട്ടിങ്സിൻ്റെ ഈ ഒരു സെക്ഷൻ നിങ്ങൾ വായിക്കണം. 34 എന്ന് പറയുന്ന സെക്ഷൻ വായിക്കണം. ഞാനിപ്പോൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, റീഇൻഫോഴ്സ്മെൻ്റ് ഇല്ലാതെ ഫൗണ്ടേഷൻ്റെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കതിൻ്റെ സെക്ഷൻ കൊടുക്കാൻ പറ്റും. ഒന്ന് ഫുള്ള്, അതായത് ഇത് കോളമാണ്, ഇത് ഫൗണ്ടേഷൻ്റെ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഒരേ തിക്നെസ്സിൽ, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഒരേ തിക്നെസ്സിൽ അല്ലെങ്കിൽ ഒരേ ഡെപ്തിൽ നമുക്ക് ഫൗണ്ടേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരേ ഡെപ്ത് അല്ല അല്ലേ, അല്ലെങ്കിൽ ഒരേ തിക്നെസ് അല്ല ഈ ഫൗണ്ടേഷൻ ഉള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ ജംഗ്ഷനിൽ, അതായത് കോളം ഈ ഫൗണ്ടേഷനായിട്ട് വരുന്ന ജംഗ്ഷൻ്റെ അവിടെ, അല്ലെങ്കിൽ ഫേസ് ഓഫ് ദ കോളം, ഇതിനെ ഫേസ് ഓഫ് ദ കോളം എന്ന് പറയും. ആ ഫേസ് ഓഫ് ദ കോളത്തിൻ്റെ അവിടെ നിന്ന് ഉള്ള തിക്നെസ് കൂടുതലുമാണ്. ഈ എൻഡിലേക്ക് വരുന്തോറും അത് കുറഞ്ഞു വന്നു. ഇതിന് സ്ലോപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയും. ഐസൊലേറ്റഡിൽ തന്നെ സ്ലോപ്ഡ് ഫൂട്ടിംഗ്. ഓക്കെ, ഇത് ഒരേ സെയിം തിക്നെസ്, യൂണിഫോം തിക്നെസ്സിൽ വരുന്ന ഫൂട്ടിംഗ്. ഇത് സ്ലോപ്ഡ് ഫൂട്ടിംഗ്. ഓക്കെ, ഇനി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഈ ഡയമെൻഷൻ എടുക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള റീഇൻഫോഴ്സ്മെൻറ്റ്സ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് നമ്മൾ നോക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ, തിക്നെസ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫൂട്ടിംഗ്. ഓക്കെ, ആ ഫൂട്ടിങ്ങിൻ്റെ എഡ്ജിൽ വരുന്ന തിക്നെസ് എത്ര കൊടുക്കണം എന്നുള്ളതാണ്. പേജ് നമ്പർ 64 വരുന്നത്. ക്ലോസ് 34.1.2. ഓക്കെ, നമുക്കത് നോക്കാം. അതായത് തിക്നെസ് എത്രയാണ് കൊടുക്കേണ്ടത്, മിനിമം തിക്നെസ് എത്രയാണ് ആ ഫൂട്ടിങ്ങിൻ്റെ എഡ്ജിൽ കൊടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഫിഗർ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ തിക്നെസ്, ഈ എഡ്ജിൽ വരുന്ന തിക്നെസ്, മിനിമം തിക്നെസ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, 34.1.2 thickness at the edge of the footing. Okay, in reinforced and plain concrete footings, the thickness at the edge shall be not less than 150 mm for footings on soil. Okay, nor less than 300 mm above the tops of piles for footings on piles. Okay, ഇപ്പോൾ നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ് നോക്കുന്നത്. അപ്പം സോയിലിൽ വരുന്ന ഫൂട്ടിംഗ് ആണ്. അതിൻ്റെ മിനിമം തിക്നെസ് അറ്റ് ദ എഡ്ജ് എന്ന് പറയുന്നത് 150 mm ആണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരുന്നോളണം. കോഡ് 34.1.2 ക്ലോസ് 34.1.2 കോഡ് പറയാണ്. അതായത് ഫൂട്ടിങ്ങിൻ്റെ എഡ്ജിൽ വരുന്ന തിക്നെസ് മിനിമം 150 mm ആയിരിക്കണം. ഓക്കെ, അതിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. മിനിമം 150 mm ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമത്തത് മൊമെൻറ്റ്സ്. ക്ലോസ് 34.2.3.2. ഇപ്പോൾ നമുക്ക് ആ ക്ലോസ് എടുക്കാം. 34.2.3.2. The greatest bending moment to be used in the design of an isolated concrete footing which supports a column, pedestal or wall shall be the moment computed in the manner prescribed in 34.2.3.1 at the sections located as follows. Okay, അതായത് മാക്സിമം ഗ്രേറ്റസ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ് എവിടെയാണ് വരിക എന്നുള്ളത് താഴെ പറയുന്നുണ്ട് ഓരോ കേസിലും. അതായത് ഐസൊലേറ്റഡ് കോൺക്രീറ്റ് ഫൂട്ടിങ്ങിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരിക എവിടെയാണെന്നുള്ളതാണ് ഇപ്പം താഴോട്ട് പറയാൻ പോകുന്നത്. അതായത് ഒരു കോളത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫൂട്ടിങ്ങിൻ്റെ കേസിലും പെഡസ്റ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫൂട്ടിങ്ങിൻ്റെ കേസിലും
അല്ലെങ്കിൽ ഒരു വാളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫൂട്ടിങ്ങിൻ്റെ കേസിലുള്ള എവിടെയാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരിക എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു സെക്ഷനിൽ എന്നുള്ളത് 34.2.3.1 പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് ഡിസൈൻ സ്റ്റെപ്സ് പറയുന്ന സമയത്ത് ബെൻഡിങ് മൊമെൻറ്റ്, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാനത് പറയുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എവിടെയാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എ എന്ന് പറയുന്ന പോർഷൻ വായിച്ചു കഴിഞ്ഞാൽ, അറ്റ് ദ ഫേസ് ഓഫ് ദ കോളം, പെഡസ്റ്റൽ ഓർ വാൾ ഫോർ ഫൂട്ടിങ്സ് സപ്പോർട്ടിങ് എ കോൺക്രീറ്റ് കോളം, പെഡസ്റ്റൽ ഓർ വാൾ. ഓക്കെ, പെഡസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ക്ലിയർ ആയോ? പെഡസ്റ്റൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ DCS1 കോളത്തിൻ്റെ പോർഷൻ പഠിച്ചപ്പം കംപ്രഷൻ മെമ്പറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിച്ചപ്പം പെഡസ്റ്റൽ അതിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പെഡസ്റ്റൽ എന്ന് പറയുന്നത് ഷോർട്ടായിട്ടുള്ള കംപ്രഷൻ മെമ്പറാണ്. ഓക്കെ, ഇത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫൗണ്ടേഷനിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയാം നമുക്ക്. അങ്ങനെ, അതായത് കോളം വരും, കോളത്തിൻ്റെ അവിടെ നിന്ന് ഈ കോളം വന്ന് കയറുന്നത് ഈ പെഡസ്റ്റലിലേക്കായിരിക്കും. ഷോർട്ട് കംപ്രഷൻ മെമ്പർ ആയിരിക്കും. അതായത് അതിൻ്റെ ലെങ്ത് ബൈ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ റേഷ്യോ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ <3 ആയിരിക്കും. ഓക്കെ, അപ്പം അത് വന്നിട്ട് എന്ത് ചെയ്യും, കോളം വന്നിട്ട് ഈ പെഡസ്റ്റലിലേക്ക് കയറും. പെഡസ്റ്റലിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഈ ഫൂട്ടിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ലോഡ്. അപ്പോൾ അത് എല്ലാ കേസിലും നമ്മളത് പെഡസ്റ്റൽ പ്രൊവൈഡ് ചെയ്യണമെന്നില്ല, കോളം ഡയറക്റ്റ് വന്നിട്ട് ഫൂട്ടിങ്ങിലേക്ക് കയറുക ചെയ്യാം. ഓക്കെ, പെഡസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന കേസിലാണ് ഇവിടെ പെഡസ്റ്റലിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പം ഈ ഫൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വോളാണെങ്കിൽ 3 കേസാണ്. ഒന്ന്, ഫൂട്ടിങ്ങുമായിട്ട് കണക്ഷൻ വരുന്നത് കോളത്തിലൂടെയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് ഇപ്പം പെഡസ്റ്റലായിട്ടാണ് ഫൂട്ടിങ്ങിന് കണക്ഷൻ വരുന്നതെങ്കിൽ, മൂന്നാമത്തെ കേസ് വോളിനാണ് കണക്ഷൻ വരുന്നതെങ്കിൽ. ഓക്കെ, അങ്ങനെ അതായത് കോൺക്രീറ്റ് വരുന്ന എല്ലാ പോർഷനിലും കോൺക്രീറ്റ് വോളും കോൺക്രീറ്റ് കോളം കോൺക്രീറ്റ് പെഡസ്റ്റൽ വരുന്ന കേസിലുള്ളതാണ് ഫസ്റ്റ് എ എന്ന് പറയുന്ന പോർഷനിൽ പറയുന്നത്. അറ്റ് ദ ഫേസ് ഓഫ് ദ കോളം, അതായത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്ന എവിടെയാ, അറ്റ് ദ ഫേസ് ഓഫ് ദ കോളം, പെഡസ്റ്റൽ ഓർ വാൾ. അതായത് കോളത്തിൻ്റെയും പെഡസ്റ്റലിൻ്റെയും വാളിൻ്റെയും ഫേസിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ ഫൂട്ടിങ് സപ്പോർട്ടിങ് എ കോൺക്രീറ്റ് കോളം, പെഡസ്റ്റൽ ഓർ വാൾ. അതായത് കോളം അല്ലെങ്കിൽ പെഡസ്റ്റലോ അല്ലെങ്കിൽ വോളോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫൂട്ടിങ്ങിൽ മാക്സിമം, അതായത് കോൺക്രീറ്റ് വോളോ കോൺക്രീറ്റ് കോളോ കോൺക്രീറ്റ് പെഡസ്റ്റലോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫൂട്ടിങ്ങിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് അറ്റ് ദ ഫേസ് ഓഫ് ദ, ഏതാണോ ആ കോളത്തിലേക്ക്, ഏതാണോ ആ ഫൂട്ടിങ്ങിലേക്ക് കണക്ട് ചെയ്യുന്നത് ആ മെമ്പറിന്റെ ഫേസിലേക്കാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഫേസ് ഓഫ് ദ കോളം, ഇപ്പോൾ ഇത് കോളം കണക്ട് ചെയ്യുന്ന അല്ലേ, അപ്പോൾ കോളം കണക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫേസ് ഓഫ് ദ കോളം എന്ന് പറഞ്ഞാൽ എവിടെയാ, ഈ സ്ഥലത്താണ്, ഈ ഫേസിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്, ഈ സ്ഥലത്ത്. ഓക്കെ, അല്ലെങ്കിൽ ഈ സ്ഥലത്ത്. ഓക്കെ, ഫേസ് ഓഫ് ദ കോളം എന്ന് പറയുന്നത് ഇതാണ്. ഈ 2 സ്ഥലങ്ങളിലാണ് മാക്സിമം. ഇവിടെ ഒരു സെക്ഷൻ, വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സെക്ഷൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പോർഷനിലാണ്, അതായത് ഫേസ് വരുന്ന ആ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഇതിപ്പോൾ ശരിക്കും ഒരു ഫിക്സ്ഡ് പോർഷൻ പോലെയല്ലേ തോന്നുന്നത്, ഒരു ഫിക്സ്ഡ് സ്ലാബ് അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ബീം എന്നുള്ള രീതിയിലല്ലേ തോന്നുന്നത്. ഫിക്സ് ചെയ്തിരിക്കുന്ന എവിടെയാണ് അല്ലേ, ഫിക്സ്ഡ് മീൻസ് അതായത് ഈ സപ്പോർട്ട് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു കാൻഡിലിവർ പോർഷൻ പോലെയാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ, കാൻഡിലിവർ പോർഷൻ പോലെ. അപ്പോൾ കാൻഡിലിവറിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയാണ് വരിക, കാൻഡിലിവർ പോർഷനിൽ സപ്പോർട്ടിലേക്കായിരിക്കും. സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഇവിടെയാണ് പിടുത്തം വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീറ്റെയിനിങ് വാൾ ഇമാജിൻ ചെയ്ത് നോക്കിയാണ്, കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ. അതേപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ ഇതാണ് നമ്മളെ സപ്പോർട്ടായിട്ട് ഫിക്സ്ഡ് പോർഷൻ വരുന്ന ഇതാണ്. ഓക്കെ, ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ പോർഷനിലാണ്, ഇതിലേക്കാണ്. അപ്പോൾ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഈ അടിയിൽ നിന്നുള്ള സോയിൽ പ്രഷർ മേലോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ്, അതിന് ആ ആക്ട് ചെയ്യുന്ന പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ആണ് ഇവിടെ മാക്സിമം വരുന്നത്. ഓക്കെ, അതായത് ഒന്നുമില്ല, മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൽ വരുന്നത് ഫേസ് ഓഫ് ദ കോളത്തിലായിരിക്കും. ഓക്കെ, ഇനിയിപ്പം ഇവിടെ ഒരു പെഡസ്റ്റൽ ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു പെഡസ്റ്റൽ ഉണ്ട്, ആ പെഡസ്റ്റലിലേക്കാണ് ഈ കോളം വന്ന് കയറുന്നതെങ്കിൽ ആ പെഡസ്റ്റലിന്റെ ഫേസിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്.
ഓക്കെ, ഇനിയിപ്പോൾ ഈ കോളത്തിന് വരെ ഇവിടെ ഒരു വോൾ ആണെങ്കിൽ ഈ വോളിൻ്റെ ഫേസിലേക്ക് ആയിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരിക. ഓക്കെ, അതായത് ഒരു ക്യാൻഡിലീവറിൻ്റെ കൺസെപ്റ്റ് തന്നെ, ഇത് ഫിക്സ്ഡ് ഉണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട്, ആ സപ്പോർട്ടിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരിക. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് ഒന്നുകൂടി വായിക്കാം. എടുത്ത ഫേസ് ഓഫ് ദ കോളാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ പെഡസ്റ്റൽ ഓർ വാൾ ഫോർ ഫൂട്ടിംഗ് സപ്പോർട്ടിങ് എ കോൺക്രീറ്റ് കോളം, പെഡസ്റ്റൽ ഓർ വാൾ. ഓക്കെ, രണ്ടാമത്തത് ജസ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞു. നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ സെക്ഷൻ എയിൽ വന്നു. ഇനി നമുക്ക് ജസ്റ്റ് ആ ബിയും സിയും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബിയിൽ പറയുന്നത് ഹാഫ് വേ ബിറ്റ്വീൻ ദ സെൻട്രൽ ലൈൻ ആൻഡ് എഡ്ജ് ഓഫ് ദ വാൾ ഫോർ ഫൂട്ടിങ്സ് അണ്ടർ masonry walls. Okay, halfway between the center line and the edge of the wall. അതായത് വോളിൻ്റെ സെൻറ്റർ ലൈനിൻ്റെയും എഡ്ജിൻ്റെയും ഹാഫിലാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നതെന്നുണ്ട്. ഓക്കെ, ആ വോളിൻ്റെ സെൻറ്റർ ലൈൻ, ഓക്കെ, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? അതേപോലെ തന്നെ അതിൻ്റെ എഡ്ജ്, ആ വോളിൻ്റെ എഡ്ജ്, ഓക്കെ, അറ്റത്തുനിന്നും ആ വോളിൻ്റെ സെൻറ്ററിനും നടുക്ക് വരുന്ന പോർഷൻ ഹാഫ് വേ, അവിടെയാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് മാസൺറി വാൾസിൻ്റെ കേസിൽ വരിക. ഓക്കെ, മൂന്നാമത്തത് ഹാഫ് വേ ബിറ്റ്വീൻ ദ ഫേസ് ഓഫ് ദ കോളം ഓർ പെഡസ്റ്റൽ ആൻഡ് ദ എഡ്ജ് ഓഫ് ദ ഗസറ്റഡ് ബേസ് ഫോർ ഫൂട്ടിങ്സ് അണ്ടർ ഗസറ്റഡ് ബേസസ്. ഓക്കെ, അപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഗസറ്റഡ് ബേസസ് ഉണ്ടാവുക, അതായത് പെഡസ്റ്റൽ ഉണ്ടാവും ബോട്ടത്തിൽ, ആ പെഡസ്റ്റലിലേക്ക് വന്നിട്ട് കണക്റ്റ് ആവുക ചെയ്യും. ഗസറ്റഡ് ബേസിൻ്റെയും പെഡസ്റ്റലിൻ്റെയും ഹാഫിലാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരിക. ഓക്കെ, ആ ഗസ്റ്റഡ് ബേസ് വന്നിട്ട് പെഡസ്റ്റലിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഗസ്റ്റഡ് ബേസിൻ്റെ എൻഡിൽ നിന്ന് അതുപോലെ തന്നെ ആ പെഡസ്റ്റലിൻ്റെ എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ ഹാഫിലാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കേസ് ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കോളത്തിൻ്റെ, അല്ല കോൺക്രീറ്റ് കോളത്തിൻ്റെ അല്ലെങ്കിൽ വാളിൻ്റെ അല്ലെങ്കിൽ പെഡസ്റ്റലിൻ്റെ വരിക അതിൻ്റെ ഫേസിൽ തന്നെയാണ്. അതായത് ഇപ്പം ഞാൻ നേരത്തെ ഫിഗർ കാണിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കോളവും അതുപോലെ തന്നെ ഫൂട്ടിങ്ങും ജോയിൻ ചെയ്യുന്ന ആ ഒരു സെക്ഷനിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരിക. ഓക്കെ, തേർഡ് വൺ ഷിയർ ആൻഡ് ബോണ്ട് ക്ലോസ് 34.2.4. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ഷിയർ ആൻഡ് ബോണ്ട് ഈ ഒരു പോർഷനിൽ പറയുന്നത് ഫൂട്ടിങ്ങിൻ്റെ ഷിയർ സ്ട്രെങ്ത് ആണ്. ഷിയർ സ്ട്രെങ്ത്, ഓക്കെ, അതിന് എത്രമാത്രം ഷിയർ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 34.2.4 ഷിയർ ആൻഡ് ബോണ്ട്, 34.2.4.1 പറയാണ് ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ഫൂട്ടിംഗ് ഈസ് ഗവേൺഡ് ബൈ ദ മോർ സിവിയർ ഓഫ് ദ ഫോളോയിങ് ടു കണ്ടീഷൻസ്. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ രണ്ട് കണ്ടീഷനിൽ ഏതാണ് സിവിയർ വരുന്നത് അതാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഷിയർ സ്ട്രെങ്ത് എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആയ രണ്ട് കേസ് ഉണ്ട്. രണ്ട് കേസിൽ ഏതിലാണോ ഷിയർ കൂടുതൽ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും നമ്മൾ ചെയ്യുക എന്നുള്ളത് അവിടെ പറയുന്നത്. ഓക്കെ, അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ആ രണ്ട് കണ്ടീഷൻസ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എ, ദ ഫൂട്ടിംഗ് ആക്ടിങ് എസെൻഷ്യലി ആസ് എ വൈഡ് ബീം വിത്ത് എ പൊട്ടൻഷ്യൽ ഡയഗണൽ ക്രാക്ക് extending in a plane across the entire width. The critical section for this condition shall be assumed as a vertical section located from the face of the column, pedestal or wall at a distance equal to the effective depth of footing for footing on piles. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ള പറയാം. ഇപ്പോൾ നമ്മൾ വായിച്ചത്, ഇപ്പോൾ ഈ ഒരു ഫൂട്ടിങ്ങിനെ ഒരു ബീമായിട്ട് വൈഡ് ബീമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാൻഡിലിവർ ബീം എന്നുള്ള രീതിയിൽ എടുക്കാം അല്ലേ? അതിനൊരു വിഡ്ത്തും അതിൻ്റെ ബ്രെഡ്ത്തും ഉണ്ടാവും അല്ലേ? അതായത് വൈഡ് ആയിട്ടുള്ളൊരു ബീം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഒരു കാൻഡിലിവർ ബീം പോലെയാണല്ലോ അല്ലേ? എവിടെയാണ് സപ്പോർട്ട് വരുന്നത്? ഇത് ബീമിൻ്റെ ലെങ്ത് ആണ്, ഇതിൻ്റെ അപ്പുറത്ത് ഒരു വിഡ്ത്ത് ഉണ്ട് അല്ലേ? അതേപോലെ ഇവിടെയും ഒരു കാൻഡിലിവർ പോലെ തന്നെ, അതായത് ഇവിടെ സപ്പോർട്ടാണ്, ഈ പോർഷൻ ജസ്റ്റ് ഹാങ് ചെയ്ത് കിടക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതിനൊരു ബീമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നോർമലി ഒരു കാൻഡിലിവർ ബീമൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തതാണ് അല്ലേ? ഓൾറെഡി DCS 1 നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മാക്സിമം ഷിയർ ഫോഴ്സ് എവിടെയാണ് വരിക?
സപ്പോർട്ടിനോട് ചേർന്നിട്ടാണ് വരിക അല്ലേ, സപ്പോർട്ടിനോട് ചേർന്നിട്ടാണ് വരിക മാക്സിമം ഷിയർ ഫോഴ്സ്. ബെൻഡിങ് മൊമെൻറ്റ് നമ്മളിപ്പം സിംപ്ലി സപ്പോർട്ടിലാണെങ്കിൽ, സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസിലാണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ഇൻ ദ സ്പാൻ, മിഡ് സ്പാൻ, അതേപോലെ സപ്പോർട്ടിൽ മാക്സിമം ഷിയർ ഫോഴ്സ് ആയിരുന്നു അല്ലേ. അതേപോലെ തന്നെ കാൻഡിലിവറിൽ നോക്കുമ്പോൾ മാക്സിമം ഷിയർ ഫോഴ്സ് സപ്പോർട്ടിലാണ്, സപ്പോർട്ടിനോട് ചേർന്നിട്ടാണ്. അതേപോലെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് സപ്പോർട്ടിനോട് ചേർന്നിട്ടാണ് അല്ലേ, കാൻഡിലിവറിലെ കേസ് അങ്ങനെയാണ്. അതേപോലെ തന്നെ ഇതൊരു ബീമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഷിയർ ഫോഴ്സ് ഈ സപ്പോർട്ടിനോട് ചേർന്നിട്ടാണ് വരിക. അപ്പോൾ അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന് ഒരു ഡി ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും മാക്സിമം ഷിയർ ഫോഴ്സ് വരിക, അല്ലെങ്കിൽ മാക്സിമം ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു ഡി ഡിസ്റ്റൻസ്, അതായത് ഇവിടുന്ന് ഒരു ഡി ഡിസ്റ്റൻസ്, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് ആണ്. അതായത് ഈ ഫൗണ്ടേഷന് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന എഫക്റ്റീവ് ഡെപ്തിൻ്റെ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫേസ് ഓഫ് ദ കോളം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ ഇതിനെ ഒരു ബീമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ മാക്സിമം ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന പൊസിഷൻ. ക്ലിയർ ആയോ? അതായത് ഇപ്പോൾ ഇതിനെ ഒരു ബീമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, വൈഡ് ബീമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മാക്സിമം ഷിയർ ഫോഴ്സ് ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന് ഈ എഫക്റ്റീവ് ഡെപ്ത്, ഈ ഫൗണ്ടേഷൻ്റെ എഫക്റ്റീവ് ഡെപ്ത് എത്രയാണോ ആ എഫക്റ്റീവ് ഡെപ്ത് ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം അതിൻ്റെ ഡെപ്ത് എന്നുള്ളതൊരു എക്സാമ്പിളാണ്, ജസ്റ്റ് 500 mm ആണെങ്കിൽ ഇവിടുന്ന് 500 mm മാറിയിട്ടുള്ള സ്ഥലത്തായിരിക്കും മാക്സിമം ഷിയർ ഫോഴ്സ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ക്ലിയർ ആയോ പറഞ്ഞത്? മാക്സിമം ഷിയർ ഫോഴ്സ് വരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഫേസ് ഓഫ് ദ കോളം, ഇവിടുന്നും ആവാം ഇവിടുന്നും ആവാം, രണ്ട് സ്ഥലത്തു നിന്നും ഫേസ് ഓഫ് ദ കോളം, ഈ ഫേസിന്നോ ഈ ഫേസിന്നോ, അതായത് ഫേസ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. അപ്പോൾ ആ ഫേസിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ട്, എഫക്റ്റീവ് ഡെപ്തിൻ്റെ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഇതിനെ ബീമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അതായത് ഈ ഫേസ് ഓഫ് ദ കോളത്തു നിന്ന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടുള്ളതാണ് ഷിയർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ ഷിയർ സ്ട്രെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ ഈ ഫസ്റ്റ് ക്രൈറ്റീരിയയ്ക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷന് നമ്മൾ പറയുന്നത് വൺ വേ ക്രൈറ്റീരിയ എന്നുള്ളതാണ്. ഓക്കെ, അതായത് ബീമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ വൺ വേ ക്രൈറ്റീരിയ എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് ടു വേ ആക്ഷൻ ഓഫ് ദ ഫൂട്ടിംഗ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. ടു വേ ആക്ഷൻ ഓഫ് ദ ഫൂട്ടിംഗ് വിത്ത് പൊട്ടൻഷ്യൽ ഡയഗണൽ ക്രാക്കിംഗ് അലോങ് ദ സർഫസ് ഓഫ് ട്രങ്കേറ്റഡ് കോൺ ഓർ പിരമിഡ് around the concentrated load. In this case, the footing shall be designed for shear in accordance with appropriate provisions specified in 31.6. നമ്മുടെ ഈ രണ്ടാമത്തെ ക്രൈറ്റീരിയനെ നമുക്ക് ഒന്നെങ്കിൽ ടു വേ ഷിയർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ പഞ്ചിങ് ഷിയർ ക്രൈറ്റീരിയ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഈ ഫൂട്ടിങ്ങിലേക്ക് വരുന്ന കോൺസെൻട്രേറ്റഡ് ലോഡ് ഏതായിരിക്കും? കോൺസെൻട്രേറ്റഡ് ലോഡ്, അതായത് ഇവിടെയൊക്കെ വരുന്നത് എന്താണ്? ഏരിയ ലോഡാണ് അല്ലേ. അതായത് ഇവിടുന്ന് സോയിൽ നിന്ന് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ഇതിലേക്ക് വരുന്നത്, ഈ പോർഷനിലേക്ക് വരുന്നത്. ഇപ്പോൾ ഈ ഫൂട്ടിങ്ങിലേക്ക് വരാവുന്ന പോയിന്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് എവിടെ നിന്ന് വരുന്നതായിരിക്കും? ഈ കോളത്തിലൂടെ വരുന്നതായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഈ കോളത്തിലൂടെ വരുമ്പം ഈ കോളത്തിലൂടെ ഈ ലോഡ് വരുന്ന സമയത്ത് ഇവിടെ ഈ കോളത്തിനോട് ചാൻസുള്ള പോർഷനിൽ ഷിയർ എക്സേർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഷിയർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഇതിപ്പോൾ കോൺസെൻട്രേറ്റഡ് ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുക, ഫൗണ്ടേഷനിലേക്കാണ് വന്ന് ചേരുന്നത്. അപ്പോൾ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ചെത്തിപ്പോകുന്ന ഫോഴ്സ് അല്ലേ. ഷിയർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലൈഡിങ് ആണ് അല്ലേ. ഈ ഫോഴ്സ് ഇങ്ങനെ വന്നിട്ട് ഈ കോളത്തിൻ്റെ ഈ പോർഷൻ ഇവിടുന്ന് ഇങ്ങനെ ചെത്തി സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും, ഈ പോർഷൻ്റെ അന്ന് വിട്ട് പോരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതാണ് ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പം ഈ കോൺസെൻട്രേറ്റ് ലോഡ് മുഖേന ഒരു മാക്സിമം ഷിയർ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യും, അതായത് സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യും ഈ കോളത്തിൻ്റെ ഫേസിനോട് ചേർന്നിട്ട്. ക്ലിയർ ആയോ? അതായത് ഫോഴ്സ് ഇങ്ങനെ താഴോട്ട് ആക്ട് ചെയ്യാണ്, കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് വരികയാണ്. അപ്പോൾ ഈ ഫൂട്ടിങ്ങിൻ്റെ ഈ ഒരു സെക്ഷനിലേക്ക് ഇത് വരുന്ന സമയത്ത് സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത വൺ വേ ഷിയറിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതൊരു ബീമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെ നിന്ന് ആക്ട് ചെയ്യുന്ന സോയിൽ പ്രഷർ മുഖേന എന്തുണ്ടാവും? ഇതിന് മാക്സിമം ഷിയർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഫേസിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ഡി ഡിസ്റ്റൻസ് ഇവിടുന്ന് കൺസിഡർ ചെയ്തിട്ട് അവിടെയാണ് മാക്സിമം ഷിയർ എന്നുള്ള രീതിയിലാണ് ഇവിടെ വൺ വേ ഷിയറിൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ, അത് ഈ സോയിൽ പ്രഷറിനെ ബേസ് ചെയ്തിട്ടാണ്. രണ്ടാമത്തെ കേസ് ടു വേ ഷിയറിൻ്റെ കേസ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളത്തിൻ്റെ, അതായത് കോൺസെൻട്രേറ്റഡ് ലോഡ് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കോളത്തിന് ചുറ്റും ഷിയർ എക്സ്പീരിയൻസ് ചെയ്യും.
ഓക്കെ, ആ ഷിയർ ഫോഴ്സ് ആണ്, അതായത് കോളത്തിൽ നിന്ന് വരുന്ന കോൺസെൻട്രേറ്റഡ് ലോഡിനെ ബേസ് ചെയ്തിട്ട് ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഷിയർ എക്സ്പീരിയൻസ് ചെയ്യും. അതാണ് 2-way ഷിയർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2-way ഷിയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന് d/2 ഡിസ്റ്റൻസിലായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതായത് ഇവിടുന്ന് നേരത്തെ 1-way ഷിയർ കൺസിഡർ ചെയ്തത് ഇവിടുന്ന് d ഡിസ്റ്റൻസ് മാറിയിട്ടാണെങ്കിൽ ഇത് d/2 ഡിസ്റ്റൻസിൽ ഇതിൻ്റെ ചുറ്റും നമ്മൾ എന്ത് ചെയ്യും, 2-way ഷിയറിൻ്റെ ക്രൈറ്റീരിയ കൺസിഡർ ചെയ്യും. അതായത് ഈ ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന് d/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് മാക്സിമം ഷിയർ ഫോഴ്സ് 2-way ഷിയർ ക്രൈറ്റീരിയയിൽ വരിക. ഓക്കെ, 1-way ഷിയർ ക്രൈറ്റീരിയയിൽ വരിക ഈ ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന് d ഡിസ്റ്റൻസ് മാറിയിട്ടാണെന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസിലും ഈ രണ്ട് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഷിയർ ചെക്ക് ചെയ്യും. എന്നിട്ട് അത് മാക്സിമം വരുന്ന ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. കൂടുതലും നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഷിയറും അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫൂട്ടിങ്ങിൻ്റെ ഡെപ്ത് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ആ 3 കാര്യങ്ങൾ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഷിയറിൻ്റെ ക്രൈറ്റീരിയ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ 2 ചെക്ക് ചെയ്തിട്ട് മാക്സിമം ഏതാണെന്ന് നോക്കും, അതുപോലെ ബെൻഡിങ് മൊമെൻറ്റ് നോക്കും. ഈ 3 കേസിൽ ഏതാണ് കൂടുതൽ ഡെപ്ത് വരുന്നത്, അതായത് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മാക്സിമം ഇതിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ഡെപ്ത് വേണം, അതുപോലെ തന്നെ 2-way ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ഡെപ്ത് ആവശ്യമാണ്, അതേപോലെ 1-way ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ഡെപ്ത് ആവശ്യമാണ്. ഈ 3 ഡെപ്തിൽ ഏതാണ് മാക്സിമം ഡെപ്ത് വരുന്നത് ആ ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ആ ഡെപ്ത് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മെയിനായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ആ ഡെപ്ത് ആയിരിക്കും നമ്മളിവിടെ ഈ ഫൂട്ടിങ്ങിന് പ്രൊവൈഡ് ചെയ്യുക. അതെടുത്തു കഴിഞ്ഞാൽ ആ 3 കേസസിലും അത് സേഫായിട്ട് നിന്നോളും ഈ ഒരു ഫൂട്ടിങ്. അതാണ് നമ്മളെ കണ്ടീഷൻ. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഒന്നുമില്ല. 1-way ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു വൈഡ് ബീമായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം മാക്സിമം ഷിയർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കോളത്തിൻ്റെ ഫേസിൽ നിന്ന് d ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും. 2-way ഷിയർ എന്ന് പറയുമ്പം ഈ പഞ്ചിങ് ഷിയർ ആണ്, അതായത് ഈ കംപ്രസീവ് ഫോഴ്സ് കോളത്തിൽ നിന്ന് വരുമ്പം അതിൻ്റെ ചുറ്റും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ എവിടെയാണ് കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളത്തിൻ്റെ ഫേസിൽ നിന്ന് d/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, അതായത് എഫക്റ്റീവ് ഡെപ്ത് /2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നെ അതിൻ്റെ ലാസ്റ്റ് പറയുകയാണ്, ദ ഫൂട്ടിംഗ് ഷാൽ ബി ഡിസൈൻ ഫോർ ഷിയർ ഇൻ അക്കോർഡൻസ് വിത്ത് അപ്രോപ്രിയേറ്റ് പ്രൊവിഷൻ സ്പെസിഫൈഡ് ഇൻ 31.6. അപ്പം ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യുന്നത് അതായത് ഈ 31.6 ക്രൈറ്റീരിയ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതിലേക്ക് നമുക്ക് പോവാം. 31.6 ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ഷിയർ ഷാൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് d/2 ഫ്രം ദ പെരിഫറി ഓഫ് ദ കോളം. അതായത് പെരിഫറി ഓഫ് ദ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഓഫ് ദ കോളാണ്. അപ്പോൾ ഈ കേസിലുള്ള ക്രിട്ടിക്കൽ സെക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫോർ ഷിയർ ഷാൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് d/2. ഓക്കെ, അതായത് ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന് d/2 ഡിസ്റ്റൻസിലാണെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 കഴിഞ്ഞു. അതായത് തിക്നെസ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫൂട്ടിംഗ് കഴിഞ്ഞു, മൊമെൻറ്റ്സ് കഴിഞ്ഞു, ഷിയർ ആൻഡ് ബോണ്ട് കഴിഞ്ഞു. നെക്സ്റ്റ് 4th വൺ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് നോക്കാം. അത് പറയുന്നത് ക്ലോസ് 34.3-ലാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. The total tensile reinforcement at any section shall provide a moment of resistance at least equal to the bending moment on the section calculated in accordance with 34.2.3. അപ്പോൾ 34.2.3 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്ന കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ, എന്തിൻ്റെ ബേസിസിൽ? ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഉണ്ടല്ലോ, mu is equal to 0.87 Fy AST into D into 1 minus AST into Fy divided by BDFCK എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, ആ ഇക്വേഷനിൽ എമ്മുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ കണ്ടുപിടിച്ച മാക്സിമം ബെൻഡിങ് മൊമെൻറ്റും അതുപോലെ തന്നെ നമ്മളെ ഡെപ്ത് D എന്ന് പറയുന്നത് നമ്മൾ 3 കേസ് നോക്കും. ബെൻഡിങ് മൊമെൻറ്റ് ക്രൈറ്റീരിയ, 1-way ഷിയർ ക്രൈറ്റീരിയ, 2-way ഷിയർ ക്രൈറ്റീരിയ. അപ്പോൾ ആ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് എത്ര ഡെപ്ത് കൊടുക്കണം എന്നുള്ളത് കിട്ടും. അതായത് ആ മൂന്ന് രീതിയിൽ നമ്മൾ ഡെപ്ത് കണ്ടുപിടിക്കും. ബെൻഡിങ് മൊമെൻറ്റ് ക്രൈറ്റീരിയ വെച്ചിട്ടും, 1-way ഷിയർ ക്രൈറ്റീരിയ വെച്ചിട്ടും, 2-way ഷിയർ ക്രൈറ്റീരിയ വെച്ചിട്ടും. അപ്പോൾ അതിൽ ഗ്രേറ്റർ വന്ന D ആണ് നമ്മളിപ്പം ഈ ഇക്വേഷൻ്റെ അകത്ത് D ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കി എല്ലാ വാല്യൂസും നോൺ ആയിരിക്കും, AST ഒഴികെ. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AST കിട്ടും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ AST നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, ബെൻഡിങ് മൊമെൻറ്റ് അവിടെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അവിടെ ഇക്വേഷനിൽ ഇട്ടിട്ട് നമ്മൾ AST ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളതാണ്.
ഓക്കെ, ഇനി റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അത് 34.3.1 അപ്പോൾ AST കണ്ടുപിടിക്കുന്ന ഒരു ഐഡിയ ആയില്ലേ, ജസ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ക്ലിയർ ആവും. The total tensile reinforcement shall be distributed across the corresponding resisting section as given below. ഓക്കെ, ഈ താഴെ പറഞ്ഞിരിക്കുന്ന 3 ക്രൈറ്റീരിയാസിനനുസരിച്ചിട്ടാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്, ഇൻ വൺ വേ റീഇൻഫോഴ്സ്ഡ് ഫൂട്ടിംഗ് ദ റീഇൻഫോഴ്സ്മെൻറ്റ് എക്സ്റ്റെൻഡിങ് ഇൻ ഈച്ച് ഡയറക്ഷൻ ഷാൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി അക്രോസ് ദ ഫുൾ വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ്. അതായത് ഫൂട്ടിങ്ങിൽ വൺ വേ റീഇൻഫോഴ്സ്ഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺ വേ എന്ന് പറയുന്നത് എന്താണ്, നമുക്കെങ്ങനെയാണ് ചെക്ക് ചെയ്യാം? അതായത് 1 വേ ആണോ 2 വേ ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് LY/LX അല്ലേ, അതായത് ലാർജർ ലെങ്ത് ബൈ സ്മോളർ ലെങ്ത്. അതായത് ഇപ്പം ഫൂട്ടിംഗ് ഉണ്ടെങ്കിൽ ആ ഫൂട്ടിങ്ങിൻ്റെ ലാർജർ ഡയമെൻഷൻ ബൈ സ്മോളർ ഡയമെൻഷൻ ഗ്രേറ്റർ ദാൻ 2 വരികയാണെങ്കിൽ അത് 1 വേ റീഇൻഫോഴ്സ്ഡ് ഫൂട്ടിംഗ് ആണ്. അപ്പോൾ അതിൽ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന പറയുന്നത്, യൂണിഫോം ആയിട്ട് 2 ഡയറക്ഷനിൽ ഒരുപോലെ തന്നെ കൊടുക്കും. ഓക്കെ, അതിൽ വ്യത്യാസം, അതായത് ആ സ്പേസിങ്ങിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഒരു ഡയറക്ഷനിൽ ഒരു സ്പേസിങ് കൊടുത്തു തുടങ്ങിയാൽ 2 X ഡയറക്ഷനിലും Y ഡയറക്ഷനിലും ഒരേ സ്പേസിങ്ങിൽ ഒരേ ബാർ കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ, ഇൻ 2 വേ റീഇൻഫോഴ്സ് സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ കേസാണ് പറയുന്നത്. ദ റീഇൻഫോഴ്സ്മെൻറ്റ് എക്സ്റ്റെൻഡിങ് ഇൻ ഈച്ച് ഡയറക്ഷൻ ഷാൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി അക്രോസ് ദ ഫുൾ വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ്. ഓക്കെ, ഇതും അതേപോലെ തന്നെയാണ്. ഇതിലും ആ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയയിലോ സ്പേസിങ്ങിലോ നമ്മൾ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു ചേഞ്ചും വരുന്നില്ല. അതായത് സ്ക്വയർ ഫൂട്ടിംഗ് ആകുമ്പം അത് 2 ഡയറക്ഷനിൽ ലെങ്ത് സെയിം ആണ്. അപ്പോൾ ആ 2 ഡയറക്ഷനിലും നമ്മൾ ഒരേ ബാറും ഒരേ ഡയൻ്റെ ബാറും അതുപോലെ തന്നെ ഒരേ സ്പേസിങ്ങിലും തന്നെ യൂണിഫോം ആയിട്ടാണ് നമ്മൾ അതിൻ്റെ ഫുൾ വിഡ്ത്തിലും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് അതിങ്ങനെ ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇത്ര ഡയ ഒരു 12 ഡയാബാസ് ഇത്ര സ്പേസിങ് കിട്ടിയാൽ അത് ഫുള്ളായിട്ട് അതേ ഇതിൽ തന്നെയായിരിക്കും കൊടുക്കുക, ഈക്വൽ സ്പേസിങ്ങിൽ തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി എവിടെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 2 കേസിൽ 1 വേയിൽ റീഇൻഫോഴ്സ്ഡ് ഫൂട്ടിംഗ്, അതായത് 1 വേ റീഇൻഫോഴ്സ്ഡ് ഫൂട്ടിങ്ങും 2 വേ റീഇൻഫോഴ്സ്ഡ് സ്ക്വയർ ഫൂട്ടിങ്ങിലും ഒരേപോലെ തന്നെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. 2 ഡയറക്ഷനിലും യൂണിഫോം ആയിട്ടാണ് കൊടുക്കുക. യൂണിഫോം അതായത് ഒരേ സ്പേസിങ്ങിലും ഒരേ ബാറും തന്നെ നമ്മൾ കൊടുക്കും. ഇനി അടുത്ത മൂന്നാമത്തെ C എന്ന് പറയുന്ന കേസിൽ, ഇൻ 2 വേ റീഇൻഫോഴ്സ്ഡ് റെക്ടാങ്കുലർ ഫൂട്ടിംഗ്, ഇവിടെ കേസ് മാറി റെക്ടാങ്കുലർ ഫൂട്ടിംഗ് വരികയാണെങ്കിൽ, 2 വേ റെക്ടാങ്കുലർ ഫൂട്ടിംഗ് വരികയാണെങ്കിൽ, ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ദ ലോങ് ഡയറക്ഷൻ ഷാൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി അക്രോസ് ദ ഫുൾ വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ്. അതായത് ലോങ് ഡയറക്ഷനിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് യൂണിഫോംലി ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതായത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇതിപ്പം ഫൂട്ടിങ്ങിൻ്റെ പ്ലാനാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. എക്സ് ഷോർട്ടർ ഡയറക്ഷനിലെ ലെങ്ത് എക്സും ലാർജർ ഡയറക്ഷനിലെ ലെങ്ത് വൈയും ആണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the reinforcement in long direction shall be distributed uniformly across the full width of the footing. In longer direction, reinforcement in longer direction എന്ന് പറയുന്നതാണ് ലോങ്ങർ ഡയറക്ഷൻ. അപ്പോൾ ലോങ്ങർ ഡയറക്ഷനിലെ റീഇൻഫോഴ്സ്മെന്റ് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ ആണ്, അതായത് ഞാനിവിടെ ജസ്റ്റ് കാണിക്കുകയാണ്. ഇവിടെ ഒരേ ബാറ് ഒരേ സ്പേസിങ്, ഇത് 300 ആണെങ്കിൽ 300 തന്നെയായിരിക്കും എല്ലാം ഒരേപോലെ ലോങ്ങർ ഡയറക്ഷൻ ഒരേപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു. ഓക്കെ, for reinforcement in the short direction, a central band equal to the width of the footing shall be marked along the length of the footing. Okay, അതായത് ഫോർ റീഇൻഫോഴ്സ്മെന്റ് ഷോർട്ട് ഡയറക്ഷനിൽ എങ്ങനെയാണ്, ഒരു സെൻട്രൽ ബാൻഡ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിങ്ങിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വിഡ്ത്ത് നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഓക്കെ, അതായത് ഫോർ എ റീഇൻഫോഴ്സ്മെന്റ് ഇൻ ഷോർട്ട് ഡയറക്ഷൻ സെൻട്രൽ ബാൻഡ്, ഒരു സെൻട്രൽ ബാൻഡ് കൺസിഡർ ചെയ്യണം. ആ സെൻട്രൽ ബാൻഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ ഫൂട്ടിങ്ങിന്റെ വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മളിവിടെ ഒരു സെൻട്രൽ ബാൻഡ് കൺസിഡർ ചെയ്യാണ്. സെൻട്രൽ ബാൻഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ നടുക്ക് വരുന്ന ഒരു ബാൻഡ്, ഇത് ഫുള്ളായിട്ട് ഇതാണ് സെൻട്രൽ ബാൻഡ്. ഓക്കെ, പക്ഷെ ഞാനിത് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ മാർക്ക് ചെയ്യാണ് ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും, അതായത് ലോങ്ങർ ഡയറക്ഷൻ അലോങ് ആയിട്ട്. ഓക്കെ, ഇതാണ് ലോങ്ങർ ഡയറക്ഷൻ. ലോങ്ങർ ഡയറക്ഷൻ അലോങ് ആയിട്ട് നമ്മളൊരു സെൻട്രൽ ബാൻഡ് കൺസിഡർ ചെയ്യണം. ആ സെൻട്രൽ ബാൻഡ് ഇതാണ്, ഇവിടെ തൊട്ട് ഇതുവരെ. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ ഫൂട്ടിങ്ങിൻ്റെ വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് ഫൂട്ടിങ്ങിൻ്റെ വിഡ്ത്ത് എക്സ്. അപ്പോൾ ഈ എക്സിന് ഈക്വലൻ്റ് ആയിട്ട് ഒരു സെൻട്രൽ ബാൻഡ് ഞാനിവിടെ കൺസിഡർ ചെയ്തു. For reinforcement in the short direction, a central band equal to the width of the footing shall be marked along the length of the footing.
and portion of the reinforcement determined in accordance with the equation given below shall be uniformly distributed across the central band. ഓക്കെ, എന്നിട്ട് ആ സെൻട്രൽ ബാൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരമാണ് നമ്മൾ ആ സെൻട്രൽ ബാൻഡിലെ റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്മെന്റ് ഇൻ സെൻട്രൽ ബാൻഡ് വിഡ്ത്ത് ഡിവൈഡ് ബൈ ടോട്ടൽ റീഇൻഫോഴ്സ്മെന്റ് ഇൻ ഷോർട്ട് ഡയറക്ഷൻ ഈക്വൽ ടു 2 ബൈ ബീറ്റ പ്ലസ് 1 എന്നുണ്ട്. ഓക്കെ, അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ഇൻ സെൻട്രൽ ബാൻഡ് വിഡ്ത്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ റീഇൻഫോഴ്സ്മെന്റ് ഇൻ സെൻട്രൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന അൺനോൺ ആയിട്ട് അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി ടോട്ടൽ റീഇൻഫോഴ്സ്മെന്റ് ഇൻ ഷോർട്ട് ഡയറക്ഷൻ. ഇനിയിപ്പോൾ നമ്മൾ ഷോർട്ട് ഡയറക്ഷനിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഷോർട്ട് ഡയറക്ഷനിൽ ഫോർ എക്സാമ്പിൾ ഒരു 1000 mm² ആണ് പ്രൊവൈഡ് ചെയ്യേണ്ട AST എങ്കിൽ ആ 1000 ആയിരിക്കും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ റീഇൻഫോഴ്സ്മെന്റ് ഷോർട്ട് ഡയറക്ഷനിൽ 1000 കൊടുക്കണം. ഓക്കെ, ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ ബീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. വേർ ബീറ്റ ഇസ് ദ റേഷ്യോ ഓഫ് ദ ലോങ് സൈഡ് ടു ദ ഷോർട്ട് സൈഡ് ഓഫ് ദ ഫുട്ട്. ബീറ്റ എന്ന് പറയുന്ന റേഷ്യോ ഓഫ് ലോങ് സൈഡ് ടു ഷോർട്ട് സൈഡ് ഓഫ് ദ ഫുട്ട്. അതായത് ലോങ് സൈഡ് ഇപ്പം ആ ഫൂട്ടിങ്ങിൻ്റെ y ആണ്, ഷോർട്ട് സൈഡ് x ആണ്. അപ്പം y ഡിവൈഡഡ് ബൈ x ചെയ്താൽ എത്രയാണോ വാല്യൂ കിട്ടുന്നത് അതാണ് ബീറ്റ. ഓക്കെ, അപ്പം നമ്മളിവിടെ y ബൈ എക്സ് ഇവിടെ ബീറ്റ കിട്ടു, +1 ഇവിടെ 2 ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ വാല്യൂ നമുക്കറിയാം 1000 ആണ്. ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ mm² കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് 700 mm² കിട്ടിയെന്ന് വിചാരിച്ചു. ആ 700 mm² ആണ് ഞാൻ ആ സെൻട്രൽ ബാൻഡിൻ്റെ അകത്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ആ ഇക്വേഷൻ പ്രകാരം കിട്ടിയ AST ഞാനൊരു ഡയ എടുക്കും. ആ AST കറസ്പോണ്ടിങ് ആയി ഡയ ഓഫ് ദ ബാർ എടുക്കും. എന്നിട്ട് എത്രയാണ് സ്പേസിങ് കിട്ടുന്നതെന്ന് നോക്കും ഈ ബാൻഡിൻ്റെ അകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ബാൻഡിൻ്റെ അകത്ത് ഈ ഡിസ്റ്റൻസിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 700 mm² എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യും. അതായത് ഈ ഷോർട്ട് ഡയറക്ഷനിൽ കൊടുക്കേണ്ട ഫുൾ mm² എന്നുള്ളത് 1000 mm² ആണെങ്കിൽ, ഏരിയ എന്ന് പറയുന്നത് 1000 mm² ആണെങ്കിൽ ആ ബാൻഡിൻ്റെ അകത്ത് ഇപ്പോൾ 700 ഞാൻ കൊടുക്കണം ആ സെൻട്രൽ ബാൻഡിൻ്റെ അകത്ത്. അപ്പോൾ അതെത്ര, ആ 700 ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ കോഡിൽ പറഞ്ഞിരിക്കുന്ന ആ ഇക്വേഷൻ വെച്ചിട്ടാണ്. എന്നിട്ട് ആ 700 എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ഡയ ഓഫ് ബാർ അസ്യൂം ചെയ്തിട്ട് അതിൻ്റെ സ്പേസിങ് കണ്ടുപിടിക്കും ആ ഏരിയ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ ആ സ്പേസിങ്ങിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യും, റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യും ഷോർട്ടർ സ്പാനിൽ. ഓക്കെ, the remainder of the reinforcement shall be uniformly distributed in the outer portions of the footing. അതായത് റിമൈൻഡർ ഇപ്പം ഞാൻ പറഞ്ഞു 1000 mm² ആയിരുന്നു ഷോർട്ട് ഡയറക്ഷനിൽ കൊടുക്കേണ്ട റീഇൻഫോഴ്സ്മെന്റ് ഏരിയ എങ്കിൽ ഇപ്പോൾ 700 ഞാനിപ്പോൾ ഈ സെൻട്രൽ ബാൻഡിൻ്റെ അകത്ത് കൊടുത്തു. ബാക്കി എത്രയുണ്ട്, 300 mm² ഉണ്ട്. അതിപ്പോൾ സ്പേസിങ് നമ്മൾ കണ്ടുപിടിച്ചത് ആ സെയിം ഡയൻ്റെ ബാർ സ്പേസിങ് കണ്ടുപിടിച്ചത് കുറച്ചും കൂടി സ്പേസിങ് കൂടുതലായിരിക്കും, കാരണം ഏരിയ കുറവാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബാൻഡിൻ്റെ പുറത്തേക്ക് കൊടുക്കണം പ്രൊവൈഡ് ചെയ്തിട്ട് ഫുൾ വിഡ്ത്തിലേക്ക്. ബാക്കി റിമൈൻഡർ ആയിട്ട് കൊടുക്കേണ്ട AST എന്ന് പറയുന്നത് ബാക്കിയുള്ള AST എത്ര സ്പേസിങ് എന്നുള്ള കണ്ടുപിടിച്ചിട്ടായിരിക്കണം. ഓക്കെ, ഇത് ക്ലിയർ ആയോ പറഞ്ഞത്? റെക്റ്റാങ്കുലറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ സ്ക്വയർ ഒക്കെ ആണെങ്കിൽ 2 ഡയറക്ഷനിൽ ഒരുപോലെ തന്നെ കൊടുക്കും, ഒരേപോലെ തന്നെ നമ്മൾ കൊടുക്കും. 2 ഡയറക്ഷനിലും ഒരേപോലെ തന്നെ കൊടുക്കും, ഒരേ സ്പേസിങ്ങിൽ ഇതുപോലെ ഫുള്ളായിട്ട് ഫുൾ വിഡ്ത്തിലുണ്ടാവും. ഓക്കെ, ഇപ്പോൾ റെക്റ്റാങ്കുലർ വരുന്ന കേസിൽ മാത്രമേ അവിടെ മാറ്റം വരുന്നുള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 5th വൺ, നോമിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, നോമിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്, മിനിമം റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ എത്ര കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ സ്പേസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് IS 456 ക്ലോസ് 34.5 ഓക്കെ, 34.5 നോമിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അതിൽ 34.5.1 മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് സ്പേസിംഗ് ഷാൽ ബി ആസ് പെർ റിക്വയർമെൻറ്റ്സ് ഓഫ് സോളിഡ് സ്ലാബ്. ഓക്കെ, സോളിഡ് സ്ലാബിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റും സ്പേസിങ്ങും. സോളിഡ് സ്ലാബിൻ്റെ ഓർമ്മയുണ്ടോ? ഇപ്പോൾ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയാണ്, മിനിമം AST സോളിഡ് സ്ലാബിലുള്ളത് ഓർമ്മയുണ്ടോ? അതായത് ഇപ്പം മൈൽ സ്റ്റീലാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ മിനിമം AST റിക്വയർഡ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 0.15% ഓഫ് PD അല്ലേ, അതായത് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. അതേപോലെ ഇപ്പം HYSD ബാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ 0.12% ഓഫ് PD ആണ് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് സ്ലാബിൽ. അത് തന്നെയാണ് ഇവിടെയും ഫൗണ്ടേഷൻ്റെ കേസിലും അത് തന്നെയാണ് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം HYSD ആണെങ്കിൽ 0.12% ഓഫ് PD. ഓക്കെ, ആൻഡ് സ്പേസിംഗ് ഷാൽ ബി ആസ് പെർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് സോളിഡ് സ്ലാബ്. സ്പേസിങ്ങും
അതേപോലെ തന്നെയാണ്. സ്പേസിങ്ങിൻ്റെ ഓർമ്മയുണ്ടോ ക്രൈറ്റീരിയ സ്ലാബിൻ്റെ കേസിൽ വരുന്നത്? ഒന്ന് അതിൻ്റെ 26.3.3 ബി എന്ന് പറയുന്ന സെക്ഷൻ സ്ലാബ്സ്. ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ മെയിൻ റീൻഫോഴ്സ്മെന്റ് ബാർസ് ഷാൽ നോട്ട് ബി മോർ ദാൻ 3 times the effective depth of the slab. അല്ലെ, 3 times the effective depth of the slab. സ്ലാബിൻ്റെ ഡെപ്തിൻ്റെ 3 ടൈംസിനേക്കാളും ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. പിന്നെ 300 mm വിച്ച് അവർ ഈസ് സ്മോളർ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പേസിങ് നമ്മളൊരു ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാകും. ഒന്ന് ആ വാല്യൂ, ഒന്ന് അതായത് 1000 AS/AST എന്ന് പറയുന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ B × AST. 1000 നമ്മൾ സ്ലാബിൽ യൂസ് ചെയ്തത് അത് 1 മീറ്ററിൽ കൺസിഡർ ചെയ്യുന്നുണ്ടാണ്. ഓക്കെ, ഈ കേസിൽ നമ്മൾ അതിൻ്റെ വിഡ്ത്ത് തന്നെ എടുത്താൽ മതി. ബി എന്ന് പറയുന്ന അതിൻ്റെ വിഡ്ത്ത് തന്നെ എടുത്താൽ മതി. B × AST ഡിവൈഡ് ബൈ AST. ആ AS എന്ന് പറയുന്ന ഏത് ബാറാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഏരിയ. ഓക്കെ, അതായത് B × AS, അതായത് 1000 AS/AST. ആ ഇക്വേഷൻ അറിയാലോ. അതിൽ AS എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ബാറിൻ്റെ ഏരിയ. ഓക്കെ, ആ 1000 എന്ന് പറയുന്നത് ആ സ്ലാബിൻ്റെ വിഡ്ത്ത് നമ്മൾ 1 മീറ്ററിലാണ് എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ 1 മീറ്റർ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അല്ലേ. അപ്പം ഇവിടെ നമ്മളെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഫൗണ്ടേഷൻ ആയതുകൊണ്ട് അതിനൊരു കറസ്പോണ്ടിങ് വിഡ്ത്ത് ഉണ്ടാവും B, അല്ലെങ്കിൽ എത്രയാണോ വാല്യൂ ആ വാല്യൂ ഉണ്ടാകും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കാൻ. ഓക്കെ, അപ്പോൾ B × AS ഡിവൈഡ് ബൈ AST അതാണ് സ്പേസിങ്. അത് കണ്ടുപിടിച്ച ഒന്നുണ്ടാവും. പിന്നെ 3 × D, അതായത് എഫക്റ്റീവ് ഡെപ്ത് × 3, ആ വാല്യൂവിനേക്കാളും കൂടില്ല. അതേപോലെ 300 mm. ഈ മൂന്നെണ്ണത്തിൽ ഏതാണോ ചെറുത് അതാണ് നമ്മൾ സ്പേസിങ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ സ്ലാബ്സിലുള്ള മിനിമം റീൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസ് ഇത് അവിടെ പറയുന്നുണ്ട്. 26.5.2.1 ഞാനിപ്പം പറഞ്ഞ കാര്യമാണ്. ദ മൈൽഡ് സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ് ഇൻ ഐദർ ഡയറക്ഷൻ ഇൻ സ്ലാബ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.15% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ. However, this value can be reduced to 0.12% when high strength deformed bar, അതായത് HYSD bars or welding wire fabric are used. ഓക്കെ, പിന്നെ മാക്സിമം ഡയമീറ്ററിൻ്റെ കേസും പറയുന്നുണ്ട്. ദ ഡയമീറ്റർ ഓഫ് ദ റീൻഫോഴ്സിംഗ് ബാർ ഷാൽ നോട്ട് എക്സീഡ് 1/8 ഓഫ് ടോട്ടൽ തിക്നെസ് ഓഫ് സ്ലാബ്. ഓക്കെ, ആ ടോട്ടൽ തിക്നെസ്സിൻ്റെ 1/8 അതിനേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് 34.5 പറയുന്നത്. ഇനി അടുത്ത 34.5.2 വായിക്കുമ്പോൾ ദ നോമിനൽ റീൻഫോഴ്സ്മെൻറ്റ് ഫോർ കോൺക്രീറ്റ് സെക്ഷൻസ് ഓഫ് തിക്നെസ് ഗ്രേറ്റർ ദാൻ 1 മീറ്റർ, അതായത് തിക്നെസ് 1 മീറ്ററിൽ കൂടുതലുള്ളതിന് 1 മീറ്റർ ലെങ്ത്തിൽ 360 mm² ആണ് നോമിനൽ റീൻഫോഴ്സ്മെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇൻ ഈച്ച് ഡയറക്ഷൻ ഓൺ ഈച്ച് ഫേസ്, ഓരോ ഫേസിലും മിനിമം 1 മീറ്റർ ലെങ്ത്തിൽ 360 mm² വേണം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 1 മീറ്ററിനേക്കാളും തിക്നെസ് കൂടുതലുള്ള സെക്ഷനാണെങ്കിൽ. ഓക്കെ, this provision does not supersede the requirement of minimum tensile reinforcement based on the depth of the section. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ നമ്മളിപ്പോൾ മിനിമം റീൻഫോഴ്സ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിനേക്കാളും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മിനിമം റീൻഫോഴ്സ്മെൻറ്റിൻ്റെ വാല്യൂ തന്നെ എടുക്കും. അതായത് 360 mm² എന്നുള്ളത് ആ കേസിൽ അത് വരണമെന്നില്ല. ഓക്കെ, അതായത് മിനിമം 0.12% ഓഫ് BD എടുത്തിട്ട് അത് 360 mm² കുറവാണെങ്കിൽ 360 mm² തന്നെ എടുക്കും. ഇല്ല എന്നുള്ള കേസാണെങ്കിൽ ഇത് കൂടുതലാണെങ്കിൽ 360-നേക്കാളും കൂടുതലാണ് മിനിമത്തിൻ്റെ കേസ് വരുന്നെങ്കിൽ നമ്മൾ മിനിമം റീൻഫോഴ്സ്മെൻറ്റ് എടുക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്കിപ്പോൾ ഫൗണ്ടേഷൻ്റെ കേസ് 1 മീറ്റർ തിക്നെസ്സിനേക്കാളും തിക്നെസ് കൂടുന്ന കേസ് ഇപ്പോൾ നമുക്ക് വരുന്നില്ല. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, നമുക്കിപ്പോൾ മിനിമം ആണെങ്കിൽ 0.12% ഓഫ് BD തന്നെയാണ് ഇപ്പോൾ HYSD ബാസ് ആണെങ്കിൽ വരുന്നത്. വേറെ നമുക്ക് ആ തിക്നെസ് വളരെ കൂടുതൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിലൊന്നും വരുന്നില്ല. ഓക്കെ, അടുത്ത 6th വൺ, കവർ ടു റീൻഫോഴ്സ്മെൻറ്റ്. അത് പറഞ്ഞിരിക്കുന്ന ക്ലോസ് 26.4.2.2 അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് മിനിമം ക്ലിയർ കവർ ഓഫ് 50 mm ഷാൽ ബി പ്രൊവൈഡഡ് ടു ദ റീൻഫോഴ്സ്മെൻറ്റ് ഇൻ ഫൗണ്ടേഷൻസ് അണ്ടർ സോയിൽ. അതായത് മിനിമം കവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് 50 mm ആണ്. ഓക്കെ, നമുക്ക് ആ കോഡിലും കൂടി ഒന്ന് നോക്കാം. 26.4.2.2 ഫോർ ഫൂട്ടിങ്സ് മിനിമം കവർ ഷാൽ ബി 50 mm. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോഡൊക്കെ വായിച്ച് നോക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ക്ലോസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം ഇതാണ് നമ്മളെ മെയിനായിട്ട് ഡിസൈൻ ഓഫ് ഐസൊലേറ്റഡ് ഫൂട്ടിങ്സിൽ വരുന്ന കോഡൽ പ്രൊവിഷൻസ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഡിസൈനിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ ഡിസൈനിലേക്ക് കയറുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കോഡൽ പ്രൊവിഷൻസ് ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസൈൻ സ്റ്റെപ്സ് ഫോർ ഐസൊലേറ്റഡ് റെക്ടാങ്കുലർ ഫൂട്ടിംഗ്
ആയിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കോഡൽ പ്രൊവിഷനെ പറ്റി ഒരു ധാരണയായില്ലേ, കോഡ്സിൻ്റെ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ ഡിസൈനിൽ യൂസ് ചെയ്യുന്നതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ അത് വായിച്ച് നോക്കി നന്നാക്കി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ദെൻ ബൈ, താങ്ക് യു.